എല്ലാവരും നല്ല സുഖമായി ഉറങ്ങുന്ന ഈ സമയത്ത് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ഈ യാത്ര ഞങ്ങൾക്ക് വേണ്ടിയല്ല, കുഞ്ഞായിക്ക് വേണ്ടി, ഇനായ മറിയത്തിന് വേണ്ടി. ഞാനും റംസിയും വാവൂസും ആമി, ഷബീബ്, റസീന. ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ചെറിയത്തുനിന്ന് തുടങ്ങി ഞങ്ങളുടെ യാത്ര കൊടുങ്ങല്ലൂരായപ്പോഴേക്കും റംസിയും ആമി ഉറക്കം ആരംഭിച്ചു. നല്ല അടിപൊളി ഉറക്കം. ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞ ഉമറും പതിയെ ഉറക്കം ആരംഭിച്ചു. ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്ന റംസിയെ പറഞ്ഞു. അത് കഴിഞ്ഞുള്ള അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ വിചാരിച്ചു അത് പറയാൻ വേണ്ടി മാത്രമാണ് എണീറ്റതെന്ന്. നേരം പുലരാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്നവരിൽ റസീന മാത്രം പതിയെ കണ്ണു തുറന്നു. ഉറക്കമുണർന്ന റസീനക്ക് ഭംഗിയുള്ള കാഴ്ചകളായിരുന്നില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞായിയുമായി ഇവിടെ എവിടെയെങ്കിലും വണ്ടി ചവിട്ടി ഇറങ്ങിയാൽ തീർന്നു. വണ്ടി കയറി അരമണിക്കൂർ കഴിയുമ്പോ പുദ്ദേന്ന് കേൾപ്പിക്കുമെന്ന് എനിക്കറിയാമോ. ചായപ്രശ്നം അതിരൂക്ഷമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ കുഞ്ഞായിയും റംസിയും ഉമറും ആമിയും സുഖമായി ഉറങ്ങുന്നു. അറിയണോ, ഇത്രയും നല്ല റോട്ടിൽ കൂടെ വരുമ്പോ പുള്ളേനെ സീറ്റുമൊക്കെ എടുത്താൽ ചായ അല്ല നിനക്ക് കഴിച്ചത്. പുതിയ ദേശീയപാതയിലൂടെ പോയാൽ ചായ കിട്ടില്ല. വണ്ടി പതിയെ സർവീസ് റോഡിലേക്ക് എടുത്തു. അപ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. കട വന്നതിന് സിഗ്നലാണ് കണ്ടത്. മിണ്ടാണ്ട് ഇപ്പൊ ഈ വളവിൽ ഒരു ചായക്കട ഉണ്ടാവും. പോരെ, വനിതാ ഊണുണ്ട്, അത് വേണോ? ഈ ജംഗ്ഷനിൽ ചായക്കട ഉണ്ടാവും. ഈ ജംഗ്ഷനിലുണ്ടാവും ചായ. അത് ഇവിടെ ചായ ഉണ്ട്. നേരെ ചായക്കട. ചായ കുടിക്കണം പുഷ്ണ. നമുക്കോ ചായ ഇല്ല. കുഞ്ഞായിക്കെങ്കിലും കുറുക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കുഞ്ഞായിയുടെ ഭാഗ്യമല്ലേ, ഉറങ്ങണേലല്ലേ കുഞ്ഞായിക്ക് കുറുക്കൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളമില്ലൊരു തേങ്ങയില്ല. റസീനയെ കളിയാക്കുന്നുണ്ടായിരുന്നെങ്കിലും സത്യത്തിൽ എനിക്കും വേണമായിരുന്നു രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ. ഞാനത് ന്യൂട്രലിൽ അവതരിപ്പിച്ചു. ചായ ഷെബീബ് എങ്ങനെ നമുക്ക് കാലടിക്കാറില്ലേ? എല്ലാവരും ഉണർന്നു. റംസിയയുടെ മൊബൈലിൽ അലാറം അടിച്ചുകൊണ്ടിരുന്നു ഓരോ സമയത്തായി. സംഭവം മറ്റൊന്നുമല്ല, വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും പുള്ളിക്കാരത്തി ഓരോ അലാറം വെക്കും. കുട്ടികളെ സ്കൂളിൽ വിടാൻ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുളിക്കാൻ, മോട്ടർ ഓണാക്കാൻ, രാവിലെ എഴുന്നേൽക്കാൻ, അങ്ങനെ അങ്ങനെ അങ്ങനെ. പുള്ളിക്കാരിക്ക് ചെറുതായി കോൾഡ് ഉണ്ട്, അതാണ് കേട്ടോ മുഖം മറച്ചിരിക്കുന്നത്. യാത്ര തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ചായ പ്രശ്നം അതിനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് തിരച്ചിലുകൾക്കൊടുവിൽ ഞങ്ങളൊരു ചായക്കട കണ്ടെത്തി. റംസിയാക്ക് പിന്നെ ഇത്തരം പലഹാരങ്ങളോട് താല്പര്യം കുറവാണ്. ചായ കുടി എന്ന ആ വലിയ കടമ്പ നിർവഹിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. മുടിയൊക്കെ ഇരിക്കട്ടായിരുന്നില്ലേ ഉറക്കത്തിന്? എനിക്ക് തോന്നിട്ട് അതവിടെ ചെന്നിട്ട് ചെയ്യാം.
മമ്പൂറപ്പൂ മഖാമിലെ മൗലാദവിയിലെ അങ്ങനെ ഞങ്ങൾ മടവൂർ മഖാമിലെത്തി. നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞായിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ യാത്രയെന്ന്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഷബീബ് റസീന ദമ്പതികൾക്ക് കുഞ്ഞായി എന്ന ഇനായ മറിയം ജനിക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് റസീനയും ഷബീബും നേരത്തെ തീരുമാനിച്ചതാണ്. അങ്ങനെ അവരുടെ ആ യാത്രയിൽ ഞങ്ങളും കൂടെ കൂടി. കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു സൂഫി തീർത്ഥാടന കേന്ദ്രമാണ് മടവൂർ മഖാം. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനും ആത്മീയ ജ്ഞാനിയുമായ CM അബൂബക്കർ മുസ്ലിയാരുടെ ഖബറിടമാണ് ഇവിടെയുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പ്രധാന ദർഗകളിൽ ഒന്നാണിത്. മടവൂർ മഖാമിലേക്ക് പ്രതിദിനം 100 കണക്കിന് ആളുകളാണ് പ്രാർത്ഥനകൾക്കും ആത്മീയ ശാന്തിക്കുമായി എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണദിനവുമായി ബന്ധപ്പെടുത്തി എല്ലാ വർഷവും ഇവിടെ വിപുലമായ രീതിയിൽ ആണ്ടുനേർച്ച ആഘോഷിക്കാറുണ്ട്. ഈ സമയത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മടവൂരിലേക്ക് എത്തുന്നത്. നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനവും മതാചാര ചടങ്ങുകളും വളരെ പ്രശസ്തമാണ്. ഈ വരവിൻ്റെ യഥാർത്ഥ ദൗത്യം നിർവഹിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീ അതല്ല ലൈക്ക് സബ്സ്ക്രൈബ് പറ. പിന്നെ മണി രണ്ടടി എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. പക്ഷേ ഞങ്ങൾ നോക്കുന്ന എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്നു. വൈകിയാണ് അതിൻ്റെ കാരണം മനസ്സിലായത്. ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് മൂലമാണ് പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുന്നത്. ചില ചെറിയ തട്ടുകടകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ ഷബീബ് അവിടെയൊന്നും വണ്ടി ചവിട്ടുന്നില്ല. പുള്ളിക്ക് ചില ഷർത്തും ഫർളും ഒക്കെ ഉണ്ട്. ഹോട്ടലിൻ്റെ ഗ്ലാമർ നോക്കിയേ പുള്ളി വണ്ടി ചവിട്ടും. ഹോട്ടലാണെന്ന് കരുതി ഞാൻ അന്വേഷിച്ചു തന്നത് ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ തന്നെ കണ്ടെത്തി. നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. നൂല് കയറ്റാൻ സ്ഥലം കിട്ടിയപ്പോൾ റസീന അതിലൂടെ ഒട്ടകത്തെ കയറ്റി. മറ്റൊന്നുമല്ല, കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ ആ ഹോട്ടലുകാരൻ അവരുടെ അടുക്കള ഉപയോഗിച്ചോളാൻ പറഞ്ഞു. റസീന അത് ശരിക്കും മുതലാക്കി. മൂവാണ്ടൻ മാവിന്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ്. അതിനിടയിൽ ഷബീബിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പ്രവചനം. പക്ഷെ 15 സീറ്റ് കൊണ്ടു BJP. ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞില്ല. അതിനു മുൻപേ റസീന ചോദിച്ചു, ഷബീബിനെ ആത്മീയ വിദ്യാഭ്യാസം നൽകിയ ഉസ്താദിൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറി.
ഷബീബ് ഒരു കാലത്ത് ഇവിടെ നിന്നാണ് പഠിച്ചത്. ഹൃദ്യമായ സ്വീകരണമായിരുന്നു അവർ ഓരോരുത്തരുടെയും. അല്പനേരത്തെ വിശ്രമത്തിനും ഭക്ഷണത്തിനും ശേഷം ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. അപ്പോൾ പുതിയൊരു പ്ലാൻ, നിലമ്പൂർ മ്യൂസിയത്തിൽ പോകാൻ. പെട്ടെന്ന് കഴിയോ? ഇവിടുന്ന് ഒരു 1/4 മണിക്കൂർ തോട്ടമുണ്ട്. പൂജ വെച്ചു കാവിൽ പൊന്നിൻ താളിയാലിലാ ഹോമമന്ത്രപാദം പാടി പാതിരാക്കിളി നീ കടമ്പ പൊട്ടും ചാടി മണമുതിർന്ന മാലിൻ നീട്ടി മരമുല്ലകൾ ജലപുഷ്പങ്ങൾ നദികൾക്കു മത്സരം ഒരു വച്ചിരാതു കണ്ണിറങ്ങി കട്ട് ചെയ്ത് കളിയോടി. പിന്നെ തന്നെ എടുക്കണ അവിടെ ചവിട്ടി നിർത്തിയാലോ നമുക്ക്? നിങ്ങൾ ഒരു യാത്ര പോകുന്ന പോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. ആ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് പോലെയാണ് നിങ്ങളുടെ മരണം. നിങ്ങൾ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്ന് കിടന്നുറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോകാൻ വേണ്ടി ആ ബസ്സിൽ കയറി പോകുന്ന പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് ഭൂരിപക്ഷം പേരും. ജനിച്ച നാട്ടിൽ തന്നെ അവൻ ഈ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് എന്തിനോ വേണ്ടി ജോലി ചെയ്ത് ആർക്കോ വേണ്ടി പണിയെടുത്ത് മരണത്തിന്റെ ബസ് വരുമ്പോൾ അത് കയറി തിരിച്ചു പോകുന്നു, പുറപ്പെട്ടടത്തേക്ക് തന്നെ മടങ്ങുന്നു. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് ഇറങ്ങി നടക്കുക, കാണുക, അവിടുത്തെ ജീവിതത്തെ അനുഭവിക്കുക, അവിടുത്തെ രുചികളെ ആസ്വദിക്കുക, അവിടുത്തെ കാഴ്ചകളും സുഗന്ധങ്ങളും പരമാവധി വലിച്ചെടുക്കുക, അതിനെ മനസ്സിൽ നിറയ്ക്കുക. ഈ പ്രപഞ്ചം എത്ര അത്ഭുതം നിറഞ്ഞതാണെന്നും എന്നെ ഇങ്ങോട്ട് അയച്ച സൃഷ്ടാവ് എത്ര ഗംഭീരമായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും തിരിച്ച് മടക്കയാത്രയിൽ അങ്ങ് ചെല്ലുക. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവരാതെ നീഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം. There is something undeniably magical about traveling. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി. ഞാനൊഴുകും തിരയിൽ തലോടി തീരം ഏതോ അനുരാഗാർദ്ര തീരം. നീ സ്നിക്കേഴ്സ് കഴിക്കേ. എന്തിന്? കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആകുന്നു. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും. സ്നിക്കേഴ്സ്, ഇതിലുണ്ട് നട്ട്സ്, ചോക്ലേറ്റ്, പിന്നെ കാരമൽ. ഹംഗ്രി, എടുക്കൊരു സ്നിക്കേഴ്സ്. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? തുടർക്കിനാക്കളിൽ തുടിച്ചുണർന്നു വാ, മിഴിക്കുഴങ്ങളിൽ ഒരഴകു പോലെ വാ, വസന്തകാല ജാലലോലയായി കന്നിപ്പെണ്ണിൻ ചെല്ലച്ചുണ്ടിൽ കള്ളച്ചിരിയുമായി വാ, കുഞ്ഞിക്കുളിരു നുള്ളി വാ. ശ്രുതിക്കിനാക്കളെ പറന്നുയർന്നു വാ, ചൊടിത്തടങ്ങളെ
ഒരമൃതമായി വാ സുഗന്ധവാഹിയായ തെന്നലിൻ പള്ളിത്തേരിൽ തുള്ളി തുള്ളി. ഇവിടെ പണ്ട് ആശാ തിയേറ്ററിൽ നിന്ന് സിനിമ കൊണ്ട് പ്രേതരെ കണ്ടപ്പോൾ പുള്ളി പേടിച്ച് ശബ്ദം പോയത്. താരമ്പൻ തോൽക്കും കുളിനങ്ങൾ കൊണ്ടും പൂരം തീരും നീരണ്ടും വീണ്ടും. ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ള ചില മനുഷ്യരാണ്.